എസ്കെൻ അതിന്റെ കൂടെ ഈ പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഉദയസൂര്യൻ ചിഹ്നം കൊടുക്കുന്നത് ഉദയസൂര്യൻ ആളുകൾക്ക് സുപരിചിതമായ ചിഹ്നം എന്നതുകൊണ്ടാണ്. പക്ഷെ അതിനപ്പുറത്ത് DMK-ക്ക് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതായത് ചിഹ്നം അനുവദിക്കണമെങ്കിൽ ആ പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കണം, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകേണ്ടത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ സഖ്യകക്ഷികൾ ചെറിയ ചെറിയ കക്ഷികൾക്ക് കൊടുത്തു എന്ന് പറയുകയും ചെയ്യാം. DMK-യുടെ സ്ഥാനാർത്ഥി എന്ന നിലയിലായിരിക്കും അവര് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളിൽ. പക്ഷെ അല്ലാതെ ഈ പാർട്ടികൾക്ക് അവകാശപ്പെടാം. ഞാൻ കൊങ്കുനാട് കക്ഷിയുടെ MP, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അവിടെ സീറ്റുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചെന്നൈയിൽ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് കോണി ചിഹ്നത്തിലല്ല, ഉദയസൂര്യൻ അടയാളത്തിലാണ്. DMK-യുടെ സഖ്യകക്ഷി എന്നത് അങ്ങനെ ഒരു വലിയ ഇൻഫർമേഷനാ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ അതിനകത്ത്? എന്തായാലും വളരെ സജീവമായി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിജയുടെ കാര്യം ചോദിക്കുമ്പോഴുള്ള പ്രതികരണത്തിലടക്കം അദ്ദേഹം പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിരുന്നത് സിനിമകളിൽ പോലും ശ്രദ്ധിക്കാതെ കമൽഹാസൻ പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഫോക്കസ് ചെയ്തിരുന്ന ഒരു സമയം കൂടിയായിരുന്നു. അതുകൂടിയാണ് എന്തായാലും ഈ സഖ്യ ചർച്ചകളിൽ തട്ടി കമൽഹാസൻ ഒരു നിരാശയായി കാണും. കാര്യം തമിഴ്നാട്ടിൽ ഇത്രയും സ്വാധീനമുള്ള ഒരു സിനിമാ താരം കമൽഹാസൻ ഇങ്ങനെ വോട്ടേഴ്സിന്റെ ഇടയിൽ അത്ര സ്വാധീനം ഇല്ലെങ്കിൽ പോലും അദ്ദേഹം വലിയ ലക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ CPM-ന് 6 സീറ്റുകൾ CPM ആവശ്യപ്പെട്ടായിരുന്നു. 6 സീറ്റിൽ CPM ആവശ്യപ്പെട്ടു. 6 സീറ്റിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നണി ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. അത് 5-ലേക്ക് ഒതുങ്ങി ഡീലായി എന്ന് പറഞ്ഞാൽ എസ്കെൻ എന്ന് പറയുമ്പോൾ പോലും അവിടെയുണ്ട് ഡീല്. അവിടെ ഡീലുണ്ട്. അവിടെ എല്ലാവരും കൂടെ ഒരു പ്രശ്നമല്ല അവിടെ. പോട്ടെ വേറെ കാര്യം. എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയ പാർട്ടി ആണെങ്കിൽ കൂടി ആ പാർട്ടിക്ക് ആത്മാഭിമാനം ഉണ്ടല്ലോ എസ്കെൻ. കമലഹാസനെ പോലുള്ള ഒരാൾക്ക് എന്തെങ്കിലും മുന്നണി മര്യാദ ഭാഗമായി വേണമെങ്കിൽ ഈ ഡീൽ ആരോപണത്തെ ചെറുക്കാൻ BJP പറയുന്ന ന്യായങ്ങളിൽ ഒന്ന് പ്രവർത്തിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.